ചുവന്ന ടോണിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ഹോൾവേ. അവിടെ നായകനെ കീഴ്പ്പെടുത്താനായി കുറെ കത്തിയുമായി നിൽക്കുന്ന വില്ലന്മാർ. പെട്ടെന്ന് അവിടെ ആ ഐക്കോണിക് മ്യൂസിക് പ്ലേ ആകുന്നു. പിന്നെ അവിടെ സംഭവിച്ചതെല്ലാം ആബ്സല്യൂട്ട് സിനിമ. സിനിമയെ അല്ലെങ്കിൽ ഒരു സീനിനെ നമുക്ക് എങ്ങനെയൊക്കെ എലിവേറ്റ് ചെയ്യാം? ഒരു ഗംഭീര ഡയറക്ഷൻ കൊണ്ടോ, ഗംഭീര ആക്ഷൻ കൊണ്ടോ, ഗംഭീര മേക്കിംഗ് കൊണ്ടോ, ഗംഭീര മ്യൂസിക് കൊണ്ടോ ചെയ്യാം. മ്യൂസിക്, അതാണ് ഇവിടുത്തെ ഫാക്ടർ. ഞാൻ പറഞ്ഞു വരുന്നത് DC എന്ന സിനിമയെക്കുറിച്ചാണ്. അരുൺ മാധേശ്വരൻ സംവിധാനം ചെയ്ത് ലോകേഷ് കനകരാജ് നായകനെ എത്തിയ DC എന്ന സിനിമയെപ്പറ്റി. ഈ സിനിമ ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ കണ്ടിറങ്ങിയവരാരും സിനിമയുടെ മേക്കിങ്ങിനും ഡയറക്ഷനും ആക്ടിങ്ങിനൊപ്പം അനിരുദ്ധിൻ്റെ മ്യൂസിക്കിനെയും മറക്കില്ല. കാരണം ഒരു ആവറേജ് ഡ്രാമ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഗ്യാങ്സ്റ്റർ ഡ്രാമയായി പോകേണ്ടിരുന്ന സിനിമയെ ദി ആബ്സല്യൂട്ട് സിനിമയാക്കി മാറ്റുന്നത് അനിരുദ്ധിൻ്റെ ഈ ഗംഭീര മ്യൂസിക് തന്നെയാണ്. വാട്ട് മേക്സ് അനിരുദ്ധ് രവിചന്ദർ ദി ഹൈപ്പ് ഫാക്ടർ? ഇപ്പോൾ ഒരു കാലത്ത് ദേവയും ഇളയരാജയും AR റഹ്മാനും പോസ്റ്റ് 2000-ലെ ഹാരിസ് ജയരാജും യുവൻ ശങ്കർ രാജയും ഒക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ഒരു 20-കാരൻ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ തമിഴ്നാട്ടിലെ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കയറി വരുന്നത്. അവരുടെ പേര് അനിരുദ്ധ് രവിചന്ദർ. തൻ്റെ 20-ാമത്തെ വയസ്സുകളിൽ തന്നെ അനിരുദ്ധ് ഒരു ഗംഭീര എൻട്രി നടത്തുകയാണ് കൊലവറി എന്ന സോങ്ങിലൂടെ. ഈ കൊലവറി എന്ന സോങ് എങ്ങനെയാണ് ട്രെൻഡ് ആയതെന്നും അതിൻ്റെ ഒരു വേവിനെ പറ്റിയൊക്കെ എനിക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കൊലവറിക്കും അപ്പുറം അനിരുദ്ധിൻ്റെ ആദ്യ സിനിമയായ 3യുടെ ആൽബം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ആൽബം, വൈഡ് വെറൈറ്റി ഓഫ് ജോണാസാണ് അന്ന് അനിരുദ്ധ് 3 എന്ന സിനിമയ്ക്ക് വേണ്ടി നൽകിയത്. അത് വിരഹമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, എല്ലാം ഒത്തിണക്കിയ ഒരു ആൽബം. അങ്ങനെ ആദ്യ സിനിമയിലൂടെ തന്നെ വരവറിയിച്ചൊരു സംഗീത സംവിധായകനാണ് അനിരുദ്ധ് രവിചന്ദർ. താനിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നു എന്നുള്ള മാർക്ക് അനിരുദ്ധ് ആദ്യ സിനിമയിലൂടെ തന്നെ ലീവ് ചെയ്യുകയും ചെയ്തു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എതിർനീച്ചൽ, വണക്കം ചെന്നൈ, VIP അങ്ങനെ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ അനിരുദ്ധിന് കൊടുക്കാൻ പറ്റി. ഇപ്പം ഇതിലൂടെ എല്ലാം അനിരുദ്ധ് പ്രൂവ് ചെയ്ത് താൻ ഒരിക്കലും ഒരു വൺ ടൈം വണ്ടർ അല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ VIP-യിലായാലും എതിർനീച്ചലിലായാലും വണക്കം ചെന്നൈയിലായാലും ആൽബംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൊമാൻറ്റിക് അടിച്ചുപൊളി ഗാനങ്ങൾക്കപ്പുറം വൈഡ് വെറൈറ്റി ഓഫ് സോങ്സ് തുടക്കകാലം മുതൽ അനിരുദ്ധിന് നൽകാനായിരുന്നു. ഇതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് യൂത്ത് ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യാൻ അനിരുദ്ധിന് പറ്റിയിരുന്നു. ഏതൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കരിയറിലും ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ, ഒരു വലിയൊരു കരിയർ ചേഞ്ച് ഉണ്ടാവും. അനിരുദ്ധിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു. വിജയ് ചിത്രം കത്തിയുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ആദ്യം വന്ന മോഷൻ പോസ്റ്റർ മുതൽ സിനിമയുടെ ഫൈനൽ എൻഡ് ക്രെഡിറ്റ് വരെ ഒരു അനിരുദ്ധ് സംഭവം തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ പോലും കത്തിയുടെ OST അല്ലെങ്കിൽ കത്തിയുടെ BGM ഇന്നും ഐക്കോണിക്കാണ്. സിനിമയുടെ ഇൻ്റർവൽ ഫൈറ്റ്, സിനിമയുടെ ക്ലൈമാക്സ് BGM, വിജയുടെ ഇൻട്രോ, വിജയുടെ പഞ്ച് ഡയലോഗുകൾക്കെല്ലാം അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊടുത്തൊരു ഭയങ്കര ബൂസ്റ്റ് ഉണ്ട്. റൊമാൻറ്റിക് കോമഡി സിനിമകൾക്ക് മാത്രമല്ല ഒരു സ്റ്റാർ സിനിമയും എനിക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അനിരുദ്ധ് കത്തിയിലൂടെ തെളിയിച്ചു. ഇപ്പോൾ സിനിമയിലെ തന്നെ കോയിൻ ഫൈറ്റിലൊക്കെ അനിരുദ്ധിൻ്റെ ആ മ്യൂസിക് കൊടുക്കുന്നൊരു ബൂസ്റ്റ്, അത് വിജയുടെ സ്ക്രീൻ പ്രസൻസും കൂടെ കയറി വരുമ്പോൾ ആ സീന് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് അത് എത്രത്തോളം വലുതാണെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് അനിരുദ്ധിൻ്റെ ഇറ തന്നെയായിരുന്നു. നാനും റൗഡിദൻ, റെമോ, കോലമാവ് കോകില, പേട്ട തുടങ്ങി വമ്പൻ സിനിമകൾ. ഇതിൽ വലുതും ചെറുതുമായ ഒരുപിടി സിനിമകളുണ്ട് കേട്ടോ. സൂപ്പർതാര സിനിമകൾ ഉൾപ്പെടെ ഇതിലുണ്ട്. ഇപ്പോൾ അനിരുദ്ധ് മ്യൂസിക് നൽകുന്ന ഗാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഥയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ഗാനങ്ങൾക്ക് പുറമെ കഥയോടൊപ്പം സഞ്ചരിക്കുന്ന ഗാനങ്ങൾക്കും അനിരുദ്ധ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതെനിക്ക് തോന്നുന്നു കഥയിൽ ആ മൊമെൻറ്റിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്ന ഇമോഷൻസ് അനിരുദ്ധിന് തൻ്റെ പാട്ടുകളിലൂടെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന സംവിധായകന്മാരുടെ വിശ്വാസം കൂടിയായിരിക്കണം. ഇപ്പോൾ ഡോക്ടറിലെ നെഞ്ചമേ എന്ന ഗാനം, നാനും റൗഡിദാനിലെ എന്നെ മാറ്റും കാതൽ എന്ന ഗാനം, ഇതെല്ലാം കഥയുടെ ഒരു ക്രൂഷ്യൽ ജംഗ്ഷനിൽ വരുന്ന ഗാനങ്ങളാണ്. ഇതൊക്കെ തന്നെയും അനിരുദ്ധിൻ്റെ മ്യൂസിക്കിലൂടെ ആ മൊമെൻറ്റിലുള്ള ഇമോഷനെ പ്രേക്ഷകർ വളരെ എളുപ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. തുടക്കകാലം മുതൽ മറ്റ് മ്യൂസിഷ്യൻസുമായിട്ട് അനിരുദ്ധ് കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ സാം CS, ഹിപ്പ് ഹോപ്പ് തമിഴ, യോയോ ഹണി സിംഗ് മുതൽ ഇന്നിങ്ങ് വേടൻ വരെ അനിരുദ്ധ് ഒരുപാട് കൊളാബറേഷൻ നടത്തിയിട്ടുണ്ട്. ഈ കൊളാബറേഷൻസിലൂടെ അനിരുദ്ധ് മ്യൂസിക്കിൻ്റെ ഒരു ലിമിറ്റിനെ എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നു. മാസ് സോങ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സോങ്സിൽ മാത്രം അനിരുദ്ധിനെ തളച്ചിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറം ഒരുപിടി അണ്ടർ റേറ്റഡ് സോങ്സ് അല്ലെങ്കിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ കിട്ടാതെ പോയ ഒരുപിടി ഗാനങ്ങളും കൂടെ അനിരുദ്ധ് നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ത്യൻ 2-ലെ നീലോർപ്പം എന്നൊരു ഗാനം തന്നെ എടുത്തു നോക്കിയോ. ഇത് സിനിമയിൽ ഇല്ലാത്തൊരു ഗാനമാണ്, അവർ സെപ്പറേറ്റ് ട്രാക്കായിട്ട് ഇറക്കിയതാണ്. ഒരു പെർഫെക്റ്റ് മിക്സ് ഓഫ് കണ്ടംപററി ആൻഡ് ക്ലാസിക്കാണ് ഈ ഗാനം. ദേശരാഗത്തിലാണ് അനിരുദ്ധ് ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ മയിൽപ്പീലിക്കാവിലെ മയിലായി പറന്നുവ, കാക്കക്കുയിലെ മേഘരാഗം തൊട്ടു എന്ന് പറയുന്ന ഗാനമൊക്കെ ഈ ദേശരാഗത്തിൽ ഒരുക്കിയിരിക്കുന്ന മുൻപ് വന്ന ഗാനങ്ങളാണ്. ഒരു അടിപൊളി ഗാനമാണിത്. ഇത് പലപ്പോഴും ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ സിനിമ വലിയ രീതിയിൽ ശ്രദ്ധ കിട്ടാതെ പോയത് കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പാട്ടാണ്. നിങ്ങളെല്ലാവരും ഈ ഗാനം ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ കോലമാ കോകിലെ ഒരേ ഒരു എന്ന് പറയുന്നൊരു ഗാനം, അതുപോലെ തന്നെ തിരുച്ചിട്ടമ്പലത്തിലെ കണ്ണീർ സിന്ത എന്ന് പറയുന്ന ഗാനങ്ങളെല്ലാം തന്നെ വളരെ അണ്ടർ റേറ്റഡ് ആയിപ്പോയ എന്നാൽ അനിരുദ്ധിൻ്റെ യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് മാറി ചെയ്ത ഗാനങ്ങളാണ്.
ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് AR റഹ്മാൻ അനിരുദ്ധിന് കൊടുത്തൊരു ഉപദേശം ഉണ്ടായിരുന്നു. അനിരുദ്ധ് ചെയ്യുന്ന മ്യൂസിക് എല്ലാം ഗംഭീരമാണ്, പക്ഷേ കുറച്ചുകൂടി ക്ലാസിക്കൽ മ്യൂസിക്കും രാഗയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ലോഞ്ചിറ്റിവിറ്റി കൂടുതൽ കിട്ടുമെന്നുള്ളത്. കട്ടു DC-യിലെ രാഗ ഓഫ് റിവഞ്ച് എന്ന് പറയുന്ന ഗാനം ഒരു കിടിലൻ ക്ലാസിക്കൽ പ്ലേസ്മെൻറ്റിൽ കൊടുത്തൊരു എലിവേഷൻ സോങ്. ആ രാഗ ഓഫ് റിവഞ്ച് DC എന്ന് പറയുന്ന സിനിമയിൽ വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഇൻ്റർവെല്ലും ക്ലൈമാക്സിനും പ്ലേസ് ചെയ്ത് സിനിമയെ വേറൊരു രീതിയിലേക്ക് തന്നെ അനിരുദ്ധ് കൊണ്ടുപോകുന്നുണ്ട്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ AR റഹ്മാൻ അന്ന് കൊടുത്ത ഉപദേശം അനിരുദ്ധ് അങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ മദ്രാസി എന്ന് പറയുന്ന ശിവകാർത്തികൻ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ അനിരുദ്ധ് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരിക്കൽ ഫീൽഡ് ഔട്ട് ആവുമെന്ന് എനിക്ക് തന്നെ അറിയാവുന്നത്. ബട്ട് അനിരുദ്ധ്, യു ആർ ഗോയിങ് ടു സ്റ്റേ ഫോർ എ വെരി ലോങ് ടൈം. കാരണം ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു ഗാനങ്ങളായിക്കോട്ടെ, BGM ആയിക്കോട്ടെ, അത് ആ ഒരു മൊമെൻറ്റിൽ മാത്രം ഒരു അഡ്രിനാലിൻ റഷ് നൽകുന്നൊരു ഗാനമല്ല, പിന്നീടും അത് നിലനിൽക്കുമെന്ന് അദ്ദേഹം മുമ്പ് ചെയ്ത ഗാനങ്ങളും തെളിയിക്കുന്നു. എന്തായാലും ഒരുപാട് കഥകളും ഒരുപാട് സംവിധായകരും പ്രേക്ഷകരും അനിരുദ്ധിൻ്റെ അടുത്ത മ്യൂസിക്കിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് മാജിക്.